മീനൂസ് കിച്ചൻ്റെ ഷൂട്ടുള്ളൊരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എന്നോടൊപ്പം കൂടിക്കോ. നല്ല അടിപൊളി ഒരു ദിവസമായിരിക്കും. ഇന്നും പതിവ് പോലെ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് യൂണിറ്റ് ഷിജു സാറും സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ ശരത്തുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സെക്കൻഡ് യൂണിറ്റിലാണ് ഒന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് അമ്മുവും കുഞ്ഞൂട്ടനും നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട്. മീര ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം മീര ചേച്ചി അറിയായിരിക്കും, എൻ്റെ ഫസ്റ്റ് വർക്ക് 3 മണിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ശിവ് സാറ് നല്ല തിരക്കിലാണ്, അതുകൊണ്ട് എനിക്ക് സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുഞ്ഞൂട്ടനൊക്കെ വരുന്ന സമയത്തൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. രാവിലെ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ട് നേരെ ഔട്ട്ഡോറിലേക്കാണ് കേട്ടോ പോകുന്നത്. ഔട്ട്ഡോറിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പുഴക്കരയിൽ വെച്ചിട്ടാണ് ഷൂട്ടൊന്നും ഉണ്ടാവുക. അപ്പം അതിന് വേണ്ടിയിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിയാണ്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നീനു ആണ് നമ്മുടെ മേക്കപ്പ് ചെയ്ത് സെറ്റാക്കുന്നത്. ഈ സീൻ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ ഓൾറെഡി ടെലികാസ്റ്റിംഗ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് എപ്പിസോഡ് നമുക്ക് ഇടാൻ പറ്റും. നമ്മുടെ നവാസിക വന്നിട്ടുണ്ട്, എൻ്റെ സീരിയലിലെ ആത്മമിത്രം, നമ്മുടെ ഷൈജു. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞൂട്ടൻ ആദ്യമായിട്ട് നമ്മുടെ മീനൂസ് കിച്ചണിലേക്ക് വരികയാണ്. ഞങ്ങളിതിപ്പോൾ ഔട്ട്ഡോർ ലൊക്കേഷനിലേക്ക് പോവാണ്. നവാസിക്കയാണ് വണ്ടി ഓടിക്കുന്നത്. ശരത്തുണ്ട്, നമ്മുടെ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പുഴക്കരയിൽ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലൊക്കേഷനാണ്. നല്ല വ്യൂ ആണ്. ഇതേപോലത്തെ ഒരു വ്യൂ നമ്മുടെ മീനൂസ് കിച്ചൻ്റെ പഴയ വീട്ടിൽ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എന്തായാലും ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സീനിൻ്റെ തിരക്കുകളിലേക്ക് കയറുകയാണ്. 2 സീനെന്തോ ഉള്ളൂ ഇന്ന്. അപ്പോൾ നമ്മുടെ ശ്രീജിത്തും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മുടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഔട്ട്ഡോർ യൂണിറ്റിന് വേണ്ടി നമ്മൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ സീനിലേക്ക് കിടക്കുന്നതിന് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് ചെയ്യാൻ പോകുന്നത്. ജിത്ത് റെഡിയാണ്, അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് റെഡിയാണ്. കാണിച്ചേക്ക. ഇത് ഓടിക്കൊണ്ടായ ഇവിടുന്ന് ഓടിക്കുന്നു. ഒന്നുമില്ല, ഡെഡായി കിടക്കുകയാണ്. ഇവിടുന്ന് പറഞ്ഞായിരുന്നു. അവൾ തയ്യാറാവണം, ആ വഴിക്ക് അവളെ കൊണ്ടുവരണം. മീനുവിൻ്റെ അമ്മ ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ വഴിക്കാണ്. മീനുവിൻ്റെ അമ്മ ഇപ്പോൾ നമ്മുടെ വഴിക്കാണ്. മീനുവിൻ്റെ അമ്മ ഏതാണ്ട് ഇപ്പം നമ്മുടെ വഴി. അവർ എഗ്രിമെൻറ്റ് ഒപ്പിടാൻ തയ്യാറാണ്. അവരും ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ തയ്യാറാവണം. സൈജു, അമ്മ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അമ്മ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മീനുവല്ലേ അവൾ ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടിക്കുന്ന വഴിയെങ്കിൽ ഒപ്പിടിക്കാനുള്ള വഴിയൊന്നുമില്ല. സ്വന്തം അമ്മയുടെ ജീവൻ ഏത് മകളാവും ഭാസ്കരൻ? അത് കൊള്ളാം. എന്തായാലും ഇനി ഈ ഗെയിമിൽ സൈൻ ചെയ്യാൻ ഉറക്കപ്പാക്ക്. മനസ്സിലായില്ല കേട്ടിവിടെ മീനിൻ്റെ അമ്മ ഏതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാണ്. അവിടെ ഞാൻ അമ്മ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മീനു വലിയ പ്രധാന കക്ഷി ജിത്തു. അവൾ ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ജിത്തു, സ്വന്തം അമ്മയുടെ ജീവൻ കത്തിമുന്നിൽ നിർത്തിയാൽ ഏത് മകളാണ് വഴങ്ങാത്ത? ഭാസ്കരൻ, അത് കൊള്ളാം. എന്തായാലും ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്താൽ ഈ കളിയിൽ ജിത്തു ജയിച്ചെന്ന് എന്ന് പറയാം. നിങ്ങൾ കൂടി എന്നോട് പറഞ്ഞു. സൈജു, എന്തിനു വേദന ഞങ്ങൾ തയ്യാർ. നോക്കിയോട്ടാ. സ്ട്രൈറ്റ് ഒന്ന് ആലോചിച്ചു. ഓക്കെ, ആ കോളം സ്ട്രൈറ്റ് ഒന്ന് ആലോചിച്ചു.
അവൾ ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. സ്വന്തം അമ്മയുടെ ജീവൻ കിണയിൽ നിർത്തിയാൽ ഏത് മകളാണ് വഴങ്ങാത്തത്? പരസ്പരം നോക്കിക്കോ. അത് കൊള്ളാം. എന്തായാലും നീ എഗ്രിമെന്റിൽ സൈൻ ചെയ്താൽ ഈ കളിയിൽ ജിത്ത് ജയിച്ചില്ലെന്നേ പറയാം. വന്ന വഴി തന്നെ പോകണം. വന്ന വഴി മറക്കാൻ പാടില്ല. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഞാൻ. എന്താണ് ഇവനെതിരെയുള്ള കുറ്റം സർ? എന്താണ് ഇവനെതിരെയുള്ള കുറ്റം? ഇവനെ മാത്രമല്ല നിന്നോട് പൊക്കാൻ വിവാഹത്തിന് നടത്തിയതിന്റെ പേരിൽ കണ്ണൂരിലുള്ള സ്ത്രീ പോകാം. എങ്ങോട്ട്? തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഞാൻ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഇവനെതിരെയുള്ള കുറ്റം? ഇവനെ മാത്രമല്ല നിന്നോട് പൊക്കാൻ വിവാഹത്തിന് നടത്തിയതിന്റെ പേരിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു സ്ത്രീ രണ്ടിനെ പിടിച്ച് വണ്ടി കേട്ടോ. വന്നോ കിട്ടുക. ഒന്നുകൂടി പോന്നോ? എങ്ങോട്ട്? തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഞാൻ. എന്താണ് സാർ ഇവനെതിരെയുള്ള കുറ്റം? ഇവനെ മാത്രമല്ല നിന്നോട് പൊക്കാനാണ് ഞാൻ വന്നത്. വിവാഹ തട്ടിപ്പ് നടത്തിയതിന്റെ പേരില് കണ്ണൂരിൽ നിന്നൊരു സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസായത്. രണ്ടിനെ പിടിച്ച് വണ്ടി കയറണോ? ആ നടന്നോ. എസ് ഐ നടന്നോ. ശരി, ട്രാവൽ എടുത്ത് കൊണ്ടുപോക്കൂ. ശരി, ഓക്കെ. ആദ്യത്തെ എല്ലാം കത്ത് വെച്ചോളൂ. ബോസ് തന്നെ വെച്ചോ. ആക്ഷൻ. ഡയലോഗ്. ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാൻ ചിത്തേ. എന്തായാലും ഇതിൽ ഇവളെ വെട്ടിട്ടാൽ എപ്പോൾ അവളുടെ കഴുത്തിൽ നിന്റെ താലി വീണെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ സമയം വൈകണ്ട, നമുക്ക് പോയാലോ? ജയിലിലെ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ഇനിയും അതിന് എന്നെ കിട്ടില്ല. കണ്ടു നോക്കി ഒന്ന് റിയാക്ട് ചെയ്തത് അവിടെ പറഞ്ഞു. ജയിലിലെ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാ, ഇനിയും അതിനെന്നെ കിട്ടില്ല. ഭാസ്കര ഓടി അവിടെ നിന്ന് പുള്ളി ഓടിപ്പോന്ന് ചിത്തുന് സൈജിനെ നോക്കി പോലീസുകാർ നടന്നു, എസ് ഐ നടന്നു വരുന്നു. റിയാക്ട് ചെയ്തു. ഒന്നുകൂടെ നോക്കിയോ. ഓക്കെ, സൈജിന് വെച്ചോ അതേപോലെ സ്ട്രൈറ്റ്. സൈജു ചേട്ടാ, ക്യാമറ റൈറ്റില് പോലീസുകാർ വരും, ലെഫ്റ്റില് സോറി ക്യാമറ ലെഫ്റ്റില് പോലീസുകാർ വരും. പോകുമ്പോഴത്തേക്കും പോലീസിനെ കണ്ടു നമ്മളെ നോക്കി അപ്പോഴത്തേക്ക് മറ്റേ ഇവിടെ പുള്ളിക്കാർ അതേ പോയിട്ട് പുള്ളി വേണം നമ്മൾ കയറി നോക്കിയിട്ട് സൈക്കിൾ നോക്കി. ആക്ഷൻ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം ചിത്തേ. ആക്ഷൻ. എന്നാ നമുക്ക് പോയാലോ? തിരിച്ചുകൊണ്ട് മൂവ്. പോലെ വണ്ടി കണ്ടു. ജിത്തിനെ നോക്കിയോ. ജിത്ത് നോക്കി, ഭാസ്കറിനെ നോക്കി. ടെൻഷനായി. ഭാസ്കർ ഇവിടെ വന്നിട്ട് പറഞ്ഞു ജയിലിലെ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചു. പോലീസിൽ അടുത്തേക്ക് നടന്നു വരുന്നു. എസ് ഐ വരുന്നു. റിയാക്ട് ചെയ്തു. ടെൻഷൻ ഉണ്ട്. ഓക്കെ. എന്തായാലും
കൂടെ നടന്ന് ഞാൻ എല്ലാം പഠിച്ചു. 6 രൂപയാണെന്ന്. എൻ്റെ കൂടെ നടന്ന്. ആ ഇനി എൻ്റെ പെട്ടിലേക്ക് വെക്കും. വാ. എങ്ങനെയുണ്ട്? സ്ട്രോങ് അല്ലേ? കഴിഞ്ഞു.